ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് ചൂടാവാനായിട്ട്. അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വെച്ചതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് ഒരു ചെറിയൊരു സവോള ചെറുതാക്കി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഒരു 8-10 ചെറിയ ഉള്ളി കൂടി അരിഞ്ഞതും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഉള്ളി മാത്രം എടുക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളി മാത്രം എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്ര എടുത്തതിന് ശേഷം കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നല്ല ഫ്രഷായിട്ടൊക്കെ നമുക്ക് കൂന്തൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സൂപ്പർ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇവിടെ തനുവിന് ഭയങ്കര ഇഷ്ടമാണ് കൂന്തൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കണ്ടപ്പോൾ തന്നെ കൂന്തൽ മേടിച്ചത്. അപ്പോൾ ഇത് കുറച്ച് ജസ്റ്റ് ഒന്ന് വഴന്നതിന് ശേഷം നമുക്കൊരല്പം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ലവണ്ണം വഴന്ന് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതുകൂടി ചേർത്ത് കൊടുത്ത് അതിൻ്റെ ആ റോ സ്മെല്ലൊന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഈ കൂന്തലെന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് വീഡിയോ ഒത്തിരി ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് ക്ലീൻ ചെയ്യുന്നതൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരാൻ നേരം നമുക്കിതിനകത്തേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കാൻ. പൊടി ചേർക്കുന്നതിന് മുമ്പായിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ആദ്യം മല്ലിയുടെ ഒരു കുത്തലും മാറാൻ വേണ്ടിയിട്ടാണ് ആദ്യം മല്ലി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാനിതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന ഗരം മസാലയാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പൊടികളൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ പൊടികളൊക്കെ ഇതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മൂത്ത് വന്നതിന് ശേഷം ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തലാണിത്. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ ചെറിയ വട്ടത്തിലാണ്, ഒത്തിരി ചെറുതാക്കിയിട്ടില്ല ഒത്തിരി വലുതുമാക്കിയിട്ടില്ല, ആ ഒരു രീതിക്കാണ് അരിഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അരിയാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ കൂന്തൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൂന്തലിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. എന്നാൽ പോലും ഒരല്പം വെള്ളം കൂടി, ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് അതിൻ്റെ വെള്ളം, കൂന്തലിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളവും എല്ലാം നല്ലവണ്ണം വറ്റി നല്ലവണ്ണം നമുക്കിതൊന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് വിട്ടു പോകരുത്, അപ്പോൾ അടിക്ക് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് നല്ലോണം വേവിച്ച് വരട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് നല്ലവണ്ണം വെള്ളം പറ്റിച്ച് വരട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിർത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ കറിവേപ്പില കൂടി ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് മസാലയൊക്കെ പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള സിമ്പിളായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ വിഭവമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ.